പക്ഷെ അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന ആ മാത്രം എന്നുള്ള പദത്തിലാണ് അവർക്ക് വൈരുദ്ധ്യമുണ്ടായിട്ടുള്ളത്. തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്. മുഹമ്മദ് നബിയുടെ വാപ്പാടെ പേര് അബ്ദുള്ള എന്നായിരുന്നു. മുഹമ്മദ് നബി വന്നിട്ടല്ല വാപ്പാക്ക് പേരിട്ടത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പ്രവാചകൻ ജനിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് ചോരക്കുഞ്ഞിനെയും താങ്ങിയെടുത്തുകൊണ്ട് കഅബയുടെ സമീപത്ത് പോയി പാടിയ കവിത അൽ ബിദായത്ത് വന്നിഹായ 2-ാം വാള്യം 343-ാമത്തെ പേജിൽ അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഉലമാ തയ്യിബൽ അർദാനി, ഇത്രയും നല്ല സന്താനത്തെ എനിക്ക് നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതികളും എന്ന് പറയുമ്പോ പരിശുദ്ധ ഖുർആനും ഒരുപാട് തെളിവുകളുണ്ട്. ആ മക്കാ മുശ്രിക്കുകളുടെ പ്രാർത്ഥനയെ ആരാധനയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിന്റെ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ സൂക്തം അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാ. എന്തേ അവിടെ കൃത്യമായി പരാമർശിച്ചത്? വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിനെ പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചതായ ആളുകൾ അവർ പറയുന്നത് എന്താ? മാ നഅബ്ദുഹും, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് കൂടുതലായി കൊണ്ട് അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്തിലൂടെ ഹഉലാഇ ശുഫഹാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യുന്നവരാ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച അവരുടെ ഹജ്ജിന്റെ തൽബിയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. റബ്ബേ, നിന്റെ വിളിക്കുതാ ഉത്തരം നൽകിയിരിക്കുന്നു തമ്പുരാന്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല നാഥാ, ഒരു പങ്കുകാരൻ ഒഴികെ. അവനാകട്ടെ തംലികുഹു വമാ മലക, അവനെന്ത് ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അത് നീ ഉടമപ്പെടുത്തി കൊടുത്തതാണ് നാഥാ. അവര് സ്വന്തമായിട്ട് യാതൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല റബ്ബേ, നീ ഉടമപ്പെടുത്തി കൊടുത്തതല്ലാതെ, അല്ല കൊടുത്തതല്ലാത്തൊരു കഴിവും അവർക്കില്ല എന്ന് വാദിച്ചപ്പോ എന്റെ സഹോദരാ, അബൂജഹലിന്റെ സംസ്കാരം വേണ്ട, പ്രവാചകന്റെ സംസ്കാരത്തിലേക്ക് മടങ്ങിക്കോ. ജൂതക്രിസ്ത്യാനികളുടെ ആചാര അനുഷ്ഠാനങ്ങൾ വേണ്ട, ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങിക്കോ. ദർഗാ പൂജയാണെങ്കിലും ഖബറാരാധനകളാണെങ്കിലും ഉയർത്തപ്പെട്ട ഖബറുകളാണെങ്കിലും അവിടെ പോയി സുജൂദ് ചെയ്യലാണെങ്കിലും ഇതൊന്നും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല, ഇതൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയുമല്ല, ഇതിനൊന്നും ഇസ്ലാമികമായിട്ട് തെളിവ് പോലുമില്ല. ഷാഫി ഇമാം പോലും ശക്തമായി എതിർത്ത വിഷയമല്ലേ. അവിടത്തെ കിതാബുൽ ഉമ്മിന്റെ 424-ാമത്തെ പേജ് 111-ാമത്തെ പേജ് ഇവിടെയൊക്കെ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞ വിഷയമാണ്. ഖബർ ഉയർത്തുന്നത് പോലും അദ്ദേഹം വെറുത്തിരുന്നു. അതൊക്കെ വിശദമായി പറയാനില്ലാത്തത് കൊണ്ട് ഈ അവസ്ഥകളിലൂടെയൊക്കെ നമ്മളിലേക്ക് ബഹുദൈവാരാധന കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നാളെ രക്ഷപ്പെടണ്ടേ, നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കണ്ടേ. അവിടെ നഷ്ടക്കാരിൽ പെട്ടുപോകുന്ന 2 ആളുകളുണ്ടെങ്കിൽ അത്തരം ആ 2 വിഭാഗത്തിലും പെട്ടുപോകാതിരിക്കാൻ, ഇവിടെ നിന്ന് വേർപെട്ടു പോകുമ്പോൾ അതിനു മുമ്പുള്ള ഈ ഐഹികമായ ജീവിതത്തിന്റെ ഇവിടത്തെ വിജയത്തിന്, ഇവിടത്തെ നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ നാളത്തെ വിജയത്തിന് വേണ്ടി നാം തയ്യാറാകണം. ആയുസത്രയും െന്ന് പറയാൻ കഴിയാത്ത പോലെ ഇവിടേക്ക് ഇങ്ങോട്ട് നടന്നു വന്ന് നാം തിരിച്ച് നമ്മുടെ കാലുകൊണ്ട് നടന്നു പോകുമോ? ഈ ധരിച്ച വസ്ത്രം നമ്മുടെ കൈകൊണ്ടഴിക്കുമോ? നമ്മെ കുളിപ്പിക്കുന്നവന്റെ കൈകൊണ്ടഴിക്കുമോ? നമുക്കറിയില്ല. ഇന്ന് രാത്രി പ്രഭാഷണം കേട്ട നാം നാളെ ഈ നേരത്ത് പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾക്കുള്ളിലെ ആരുടെ മണ്ണിൽ കിടക്കേണ്ടി വരുമോ? നമുക്കതറിയുന്നില്ല. ദുനിയാവെന്ന് പറയുന്ന നിസ്സാരത്തിന് നിസ്സാരമായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഉപദേശങ്ങൾ, കുൻ ഫി ദുനിയാ കഅന്നക നീ ലോകത്തൊരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിക്കോ. ഒരു വഴിയാത്രക്കാരൻ അവന്റെ യാത്രക്കിടയിൽ ടെന്റ് കെട്ടുമ്പോ അത് ശാശ്വതമായി ജീവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയല്ല, മറിച്ചോ അവന്റെ താൽക്കാലികമായ വാസനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്റെ സഹോദരാ, ദുനിയാവും അങ്ങനെ അവസാനിച്ചു പോകുമ്പോ അവിടുത്തെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെറുവിരല്ലാ സമുദ്രത്തിൽ മുക്കിക്കൊണ്ട് പറയുന്നു, ഈ വിരലിൽ എത്രമാത്രം വെള്ളം ഒതുങ്ങുന്നുവോ അത് മാത്രമാണ് ഇഹലോക ജീവിതമെന്നും ബാക്കി വിശാലമായി കിടക്കുന്ന നിലക്കാതെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന സാഗരം അത് മുഴുവനും നാളെയുടെ ജീവിതമാണെന്ന് പഠിപ്പിക്കുമ്പോ പ്രവാചകന്റെ ഉപദേശത്തിൽ മർമ്മപ്രധാനമായ വാക്കുകളുണ്ട്. വഇദാ അസ്ബഹ്ത ഫലാ തൻതളിരിൽ മസാ വഇദാ അംസൈത ഫലാ തൻതളിരിസ് സബാ. നീ പ്രഭാതത്തിലെത്തുമ്പോ രാവിലെ നിന്റെ കിടപ്പറയിൽ നിന്ന് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് നീ എണീക്കുമ്പോ അന്ന് വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെഞ്ചായം പൂശിക്കൊണ്ട് സൂര്യൻ അതിന്റെ സാഗരത്തിന്റെ മടിത്തട്ടിലേക്ക് തലചായ്ക്കുമ്പോ ജീവനോടുകൂടെ ഉണ്ടാകുമെന്ന ചിന്ത മനുഷ്യ നിന്നിൽ വേണ്ട എന്ന് പഠിപ്പിക്കുമ്പോ അവിടേക്കുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് കേവലം ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ടല്ല. ഇത് മരണത്തിന്റെ വിഷയമല്ലേ? ഇത് മരണത്തിന്റെ ഖബറിന്റെ ബർസഖിന്റെ മീസാനിന്റെ ജന്നത്തിന്റെ സിറാത്തിന്റെ നാറിന്റെ ജഹന്നമിന്റെ വിഷയമായതുകൊണ്ടൊന്ന് ആലോചിച്ച് പഠിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കണ്ടേ? മരിക്കാതെ ആരും ബാക്കിയാവുകയില്ല എന്ന ഒരു അറബി കവി സൂചിപ്പിച്ച എന്റെ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ ഞാൻ ഓതിയതായ ചൊല്ലിവെച്ചതായ കവിത, ആ കവിതയിലൂടെ പറയുന്നു, വലൗ കാനത്തി ദുനിയാ തദഉമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ഈ ലോകമെങ്ങാനും മരിക്കാതെ ഒരാളെ ബാക്കിയാക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂല് സാക്ഷതനാകുമായിരുന്നല്ലോ. പക്ഷേ അള്ളാന്റെ റസൂല് വഫാത്തായെങ്കിൽ നാം എല്ലാവരും മരിക്കാനുള്ളവനാണ്. വേദനാജനകമായ മരണം. കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ അറ്റകൈ പ്രയോഗിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ അവന്റെ വേർപാടിന്റെ സമയം തന്നെയാണ്. വേദന സഹിക്കാൻ വയ്യാതെ കണങ്കാലുമായി കൂട്ടിപ്പിരിക്കപ്പെടുമ്പോ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്ക് നിന്നെ നയിച്ചു കൊണ്ടുപോകുമേ. എന്റെ സഹോദര, പരലോകത്തെത്തുമ്പോ ശിർക്ക് ചെയ്തവനുണ്ടോ, ബിദ്അത്ത് ചെയ്തവനുണ്ടോ, ഒരിക്കലും രക്ഷപ്പെടുകയില്ല. തിരിച്ചു വന്ന് ജീവിക്കാനും അവസരമില്ലാതെ അനുഭവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നരകത്തിൽ കിടന്നെരിയുമേ. അതുകൊണ്ട് അവിടുത്തെ മോചനത്തിന് വേണ്ടി, അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ തീരെ സഹിക്കാൻ കഴിയില്ല, അവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയില്ല. ഒരു തീക്കനല് കാലിനടി വെച്ച തലച്ചോറ് പോലും തിളച്ചു മറിയുന്നത് ഗൗരവമുള്ളതാണെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടുത്തെ മോചനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ എന്നോട് വെറുപ്പ് വിചാരിച്ചാലും വേണ്ടില്ല. നിങ്ങൾക്ക് ഈ ഇസ്ലാമിന്റെ തൗഹീദിന്റെ ആദർശം നിങ്ങളോട് പറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെ നിങ്ങൾക്ക് തള്ളിക്കളയാം. കൃത്യമായ സത്പാന്താവിലൂടെ വിജയിച്ച മുന്നേറാൻ നമ്മൾ തയ്യാറാവുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.